അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി. നമസ്കാരം. വാർത്താവിനിമയ രംഗം വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങുന്നതിനും എത്രയോ മുൻപ് സൈക്കിൾ മണിയുടെ ശബ്ദവും കാത്ത് ഒരു നാട് മുഴുവൻ കാതോർത്തിരുന്ന കാലമുണ്ടായിരുന്നു. ടെലിഗ്രാമുകൾ ഹൃദയമിടിപ്പുകൾ കൂട്ടിയ കാലത്ത് ഒരു സന്ദേശവാഹകനായി യാത്ര തുടങ്ങി. പിന്നീട് തപാലുരുപ്പടികളുമായി വീടുകൾ തോറും സൗഹൃദത്തിലിണക്കിയ പോസ്റ്റ്മാനാണ് പായോട് സ്വദേശി ഹരിദാസ് കെ.എൻ. ആദ്യം ടെലഗ്രാം മെസഞ്ചർ, പിന്നീട് പോസ്റ്റ്മാൻ. ഈ രണ്ടു വേഷങ്ങളിലും അദ്ദേഹം പൂർത്തിയാക്കിയത് നീണ്ട 34 വർഷത്തെ സേവനമാണ്. സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ചും തലമുറകളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും നേരിട്ടറിഞ്ഞും നടത്തിയ ജീവിതയാത്രയെക്കുറിച്ച് അദ്ദേഹം അഞ്ചലോട്ടത്തിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാട്ലിയുടെ അഞ്ചലോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം എവിടെയാണ്? സ്ഥലം പായോട്, നെല്ലൂർനാട്. പേര് പറയാമോ? ഹരിദാസ്. ഹരിദാസ് ഏട്ടൻ എത്ര വർഷം പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്നു? 35 വർഷം. 89-ലാണ് സർവീസിൽ കയറിയത്. ഏത് പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്? മാനന്തവാടി സബ് ഓഫീസിൽ. ഇഷ്ടപ്പെട്ട് ഈ ഒരു മേഖലയിലേക്ക് എത്തിയതാണോ അതോ ഒരു ജോലി എന്ന നിലയിൽ തെരഞ്ഞെടുത്തതായിരുന്നു അന്ന്? അല്ല, അത് അന്ന് എംപ്ലോയ്മെന്റ് ആയിട്ട് വിളിച്ച് കിട്ടിയതാണ്. എംപ്ലോയ്മെന്റ് ആയിട്ട് കിട്ടി അന്നേരം അതില് പോയതാണ്. വേറെ ഒരു ഫീൽഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഗവൺമെന്റ് ജോലി എന്നുള്ള നിലയ്ക്ക് വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞു വന്നാൽ ഇതിന് പോയിക്കോന്നും പറഞ്ഞ് അങ്ങനെ പോയതാണ്. എംപ്ലോയ്മെന്റ് എന്ന് വിളിച്ചപ്പോ. എത്ര വർഷം ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തിട്ടാണ് റിട്ടയർ ആയത്? 34 വർഷം. 34 വർഷത്തെ ഈ ഒരു സർവീസിൽ പൂർണ്ണ സംതൃപ്തനായിരുന്നോ? എടുക്കുന്ന ജോലിയിൽ സംതൃപ്തൻ തന്നെയായിരുന്നു. ഇതില് കിട്ടുന്ന പോലെയുള്ള ശമ്പള ആനുകൂല്യങ്ങളെല്ലാം വളരെ കുറവാണ്. ചെറിയ ശമ്പളത്തോടു കൂടിയായിരുന്നു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ. അന്ന് ആദ്യം 89-ലൊക്കെ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ചെറിയ പൈസ 800 റുപ്യൊക്കെ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ലേശം കൂടി വന്നത്. മാനന്തവാടി തന്നെയായിരുന്നു ഈ 34 വർഷവും ജോലി ചെയ്തത്? ഞാൻ ആദ്യം ജോയിൻ ചെയ്തപ്പോ ഞാൻ ടെലഗ്രാം മെസ്സഞ്ചർ ആയിട്ട്, അന്ന് ടെലഗ്രാം ഉണ്ടായിരുന്നു. അത് ടെലഗ്രാം മെസ്സഞ്ചർ ആയിട്ടായിരുന്നു മാനന്തവാടിന്റെ എല്ലാ പരിസര പ്രദേശത്തും ഈ ടെലഗ്രാം വന്നിട്ട് അത് ഡെലിവറി ചെയ്യലായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു 10-12 കൊല്ലം കഴിഞ്ഞപ്പോ അത് നിർത്തി. ടെലഗ്രാം നിർത്തിയതിനു ശേഷം ഞാൻ പോസ്റ്റ്മാനായിട്ട് DD ആയിട്ട് അങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു. ആ പോസ്റ്റ് എടുത്തു കളഞ്ഞു. ടെലഗ്രാം നിർത്തിയപ്പോ സർക്കാർ അന്നേരം പിന്നെ ഇതിലേക്ക് ആയതാണ്. ഞാൻ 89-ൽ ജോയിൻ ചെയ്യുമ്പം ടെലഗ്രാം മെസ്സഞ്ചർ ആയിട്ടായിരുന്നു. ഞങ്ങള് 2 ആളുണ്ടായിരുന്നു മാനന്തവാടി ഓഫീസില്. രാവിലെ മുതൽ ഉച്ച വരെ ഒരാള്, ഉച്ച കഴിഞ്ഞിട്ട് വേറൊരാള്. പിന്നീട് അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ. അറിയുന്ന സ്ഥലം തന്നെയായിരുന്നോ ചേട്ടന് കത്തുകൾ കൊണ്ടു കൊടുക്കാനാണെങ്കിലും ടെലഗ്രാം മെസ്സേജ് കൊണ്ടു കൊടുക്കാനാണെങ്കിലും? പിന്നെ നമ്മളെ പഠിപ്പിക്കാൻ കൂടെ ഒരാളും കൂടെ ആദ്യം ഉണ്ടാവും. അപ്പം അവർ പിന്നെ മാനന്തവാടിയിൽ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കുറെയൊക്കെ സ്ഥലങ്ങളെല്ലാം അറിയുകയും ചെയ്യാം. ഓരോ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കുറച്ച് നമ്മളെ കൂടെ ആദ്യം പോയവരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തരും. പിന്നെ നമ്മൾ സ്വയമേ തന്നെ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ച് പരിചയപ്പെട്ട് അങ്ങനെ കൊടുക്കും. വേറെ ജില്ലയിൽ നിന്ന് വന്ന ആളുകളാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാനന്തവാടിയിൽ തന്നെയാണ്. എന്റെ തറവാടെല്ലാം അമ്പൂത്തിയില്ല. പണ്ടത്തെ പോലെയല്ല, ഇന്ന് സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് വളർന്നു. ഫോണിലൂടെ തന്നെ എല്ലാ മെസ്സേജുകളും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാമെന്നായി. പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു പോസ്റ്റൽ സർവീസിനെ അല്ലെങ്കിൽ കത്തുകളെയൊക്കെ ആളുകൾ കാത്തിരുന്നത്? അതൊക്കെ ചേട്ടന് ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞാല് ഞാൻ കയറുന്ന സമയത്ത് മൊബൈലൊന്നും ഇല്ലായിരുന്നു. അന്ന് ഈ ടെലഗ്രാം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തെങ്കിലും അർജന്റായിട്ടുള്ള വിവരങ്ങൾ, ആരെങ്കിലും മരിച്ചു, അങ്ങനെ ഇങ്ങനെ സുഖമില്ല, സീരിയസ് ആണെന്നെല്ലാം അറിയാൻ ടെലഗ്രാം ചെയ്തിട്ട് അത് കൊണ്ടു കൊടുത്തു. അത് കൊണ്ടു കൊടുക്കുമ്പോഴായിരിക്കും ആൾക്കാർ അറിയുന്നത് ഇങ്ങനെയാണ് സ്ഥിതി, ഇന്ന ആള് സീരിയസ് ആണ്, ഇല്ലെങ്കിൽ ഇന്ന ആളെ ഡെത്ത് ആയിപ്പോയി എന്നുള്ള. വേറെ ഫോണൊന്നും ഇല്ല. ലാൻഡ് ഫോൺ വളരെ തുച്ഛമായ സ്ഥലത്തല്ലേ ഉണ്ടാവും.
അന്ന് അത്രയും ഭയങ്കര, അന്നൊക്കെ ഒരുപടി ടെലഗ്രാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വരും. കുറച്ചൊന്നുമല്ല, കത്ത് പോലെ തന്നെ ഏതാണ്ട് നല്ല വരുന്നതാണ്. ആര് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരുടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനും ഒക്കെ ടെലഗ്രാം അടിക്കുക. പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ഇഷ്ടംപോലെ ടെലഗ്രാം ഉണ്ട്, മറ്റ് ഗവൺമെന്റ് ഓഫീസിലേക്കൊക്കെ. അർജന്റായിട്ട് വരുന്ന മെസ്സേജുകളെല്ലാം ഈ ടെലഗ്രാമിൽ കൂടെ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ചില മാത്രമേ ലാൻഡ് ഫോൺ കുറവായതുകൊണ്ട് വിളിച്ച് പറഞ്ഞ് ഫോണിൽ കൂടെയുള്ള വിളിച്ചു പറയുന്നതിന് കഴിഞ്ഞ് അവർക്ക് ആധികാരികമായ രേഖ ഈ ടെലഗ്രാമിൽ കൂടെ അവർ ലെറ്റർ ആയാലും നമ്മൾ ഫോണിൽ കൂടെ മറ്റും മെസ്സേജിൽ കൂടെ ആയാലും അതിനെ കഴിഞ്ഞൊക്കെ ഇതിന് ആധികാരികത കിട്ടുന്ന രജിസ്റ്റേർഡ് ആയിട്ട് തപാലിൽ കൂടെ വന്നാലേ അവരത് ഓർഡർ ആയിട്ട് കൈപ്പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. നമ്മൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ശരിയായ രജിസ്റ്റേർഡ് തപാലെത്തിയാലേ അവർക്കത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എപ്പോഴെങ്കിലും ഈ സന്ദേശങ്ങൾ കൈമാറാൻ വൈകി പോയിട്ടുണ്ടോ? മറ്റു പല സാഹചര്യങ്ങളും കൊണ്ട് വൈകിപ്പോയി എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ചില സമയം ഇതാവില്ല. പക്ഷെ ചിലത് അവിടുന്ന് ടെലഗ്രാം ലൈനിൽ കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ എത്താനുള്ള സമയം കുറവും, പിന്നെ നമ്മളടുത്ത് ചിലപ്പോൾ ലേശം സമയമൊക്കെ ഒന്ന് വൈകിപ്പോകും. അങ്ങനെയൊക്കെ ചിലപ്പോ ഡിലേ ഒക്കെ ആയി വരലുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചെറിയ ഇടയ്ക്കൊക്കെ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് അപ്പോ മാനേജ് ചെയ്തത്? അങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പാർട്ടിയോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തരണം ചെയ്യും. നമ്മളതിന്റെ വൈകിയനൊക്കെ ഉള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ എഴുതി കൊടുക്കണം. അതെ അല്ലേ? അതിന്റെ ഒക്കെ ആയ വലിയ പ്രശ്നങ്ങളൊക്കെയാ. അങ്ങനെ ഈ 34 വർഷത്തിനിടയ്ക്ക് ഈ ടെലഗ്രാം മെസ്സേജോ കത്തുകളോ ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോ വളരെ വിഷമം ഉണ്ടായ അനുഭവങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഹരിദാസേട്ടന്? കുറെ ദൂരവും അവിടെയൊക്കെ ചിലപ്പം കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടും ഇതുകൊണ്ടൊക്കെ ഉള്ള, അല്ലാണ്ട് പിന്നെ മറ്റുള്ള വേറെ ഓഫീസിൽ അറിയാത്താണെങ്കിൽ മറ്റു നമ്മുടെ മാനന്തവാടിന്റെ കീഴിൽ ബ്രാഞ്ച് ഓഫീസുകളുണ്ട്, അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിക്കുന്നു. അപ്പം ഓഫീസിൽ നിന്ന് തന്നെ അറിയാത്തതാണെങ്കിൽ നമ്മൾ ഓഫീസിൽ ലാൻഡ് ഫോൺ ഉണ്ട്, ആ ലാൻഡ് ഫോൺ വഴി അവരോട് ചോദിക്കും കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ അവരെ കിട്ടുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരോടൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ആകും. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടില്ലാണ്ട് പറ്റൂല. എന്തായാലും കുറെ ബുദ്ധിമുട്ടുണ്ട്, നല്ല ഇതും ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ കൂടി നിറഞ്ഞാണ് ഈ ഫീൽഡ്. അത്ര എളുപ്പത്തിൽ ഇതാകുന്ന കാര്യമൊന്നുമില്ല. എല്ലാ ഏരിയയിലുള്ള ആൾക്കാരെ അറിയുക, അഡ്രസ് അറിഞ്ഞ് ചേർത്ത് പിടിച്ച് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞത് കുറച്ചൊരു ഇതുള്ള പണി തന്നെയാണ്, എളുപ്പത്തിൽ ആകുന്ന കാര്യമല്ല. അന്നൊക്കെ നടന്നിട്ടാണല്ലോ മെസ്സേജുകൾ കൊണ്ടു കൊടുത്തോണ്ടിരുന്നത്. നടന്നിട്ടാണ്. പിന്നീടൊക്കെയാണ് ഇപ്പൊ അവസാന സമയത്തൊക്കെ നമ്മള് ബൈക്കൊക്കെ ആക്കി. ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. ടെലഗ്രാം കൊടുക്കുന്ന കാലത്തൊക്കെ നടന്നു പോയിട്ടാണ്. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം കേടായി അവിടെ കിടക്കുക. അതൊന്നും പിന്നെ ആരും ഉപയോഗിച്ചിട്ടില്ല. അന്ന് സൈക്കിള് സവാരിയായിരുന്നു, സൈക്കിളിൽ കൂടെയാണ് ഇതെല്ലാം. സൈക്കിള് ചിലപ്പോൾ അധികം ഉണ്ടാവില്ല എല്ലായിടത്തും, എല്ലാവരും നടന്നു തന്നെയാണ്. നടന്നും പിന്നെ അടുത്ത സ്ഥലമൊക്കെയാണ് ബസ്സിനൊക്കെ പോയിട്ടും കുറെ നടന്നിട്ടൊക്കെയാണ് പോവുക. അതെല്ലാം കുന്നും മല ഉണ്ടെങ്കിൽ അതെല്ലാം കയറി നടന്നിട്ടൊക്കെ അതെല്ലാം ചോദിച്ചിട്ടൊക്കെ വേണം പോയി കൊടുക്കാൻ. സീരിയസ് ആയിട്ടുള്ളത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല്ലോ. അതെ. അതുപോലെ ഈ വലിയ മഴക്കാലമൊക്കെ വരുമ്പോ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? മഴക്കാലത്ത് പിന്നെ കുടയെല്ലാം ചൂടി അതും ഒരു ബുദ്ധിമുട്ടായില്ലേ. ഇതെല്ലാം പോയി കണ്ട ചെളി കൂടെ ഇതിലെല്ലാം പോകേണ്ടതായിട്ടൊക്കെ വരും. അതിലും ബുദ്ധിമുട്ടുണ്ട്. കുറെയൊക്കെ വീടുകളും ഇതൊക്കെ നന്നായതുകൊണ്ട് ഇപ്പം ഒരുമാതിരി എല്ലാ വീടുകളിലും വണ്ടി എത്തുന്ന ഇതാ. അന്ന് അത്ര ഒരു സൗകര്യം കുറവായിരുന്നു. വെള്ളം കയറുന്ന പ്രദേശത്തൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം പോകും, അങ്ങനെ പോകും. അങ്ങനെ കത്ത് വൈകി കൊടുത്തിട്ടൊന്നുമില്ല അല്ലെ? എങ്ങനെ ഏത് മഴക്കാലം ആണെങ്കിലും കത്തുകൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഏതാണ്ട് പരമാവധി നമ്മളെ കൊണ്ടാകുന്ന പോലെയൊക്കെ ചെയ്യും. ചിലതൊക്കെ വൈകും, ചില കംപ്ലൈന്റും കാര്യമൊക്കെ ആകും. എന്ന് വിചാരിച്ചു എപ്പോഴും അങ്ങനെ ഒന്നും കംപ്ലൈന്റ് ഒന്നും ആക്കിയിട്ടില്ല. നമ്മള് പരമാവധി എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുത്ത് തീർക്കാൻ തന്നെ നോക്കുള്ളൂ. പിന്നെ ഇത് സീരിയസ് ആയിട്ടുള്ള കത്തുകൾ, ഓരോ രജിസ്റ്റേർഡ് സാധനങ്ങള്, രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് ഒക്കെ ആകുമ്പം എങ്ങനെയും വേഗം കൊടുക്കാൻ നോക്കും. ചേട്ടൻ ഏത് വർഷമാണ് റിട്ടയർ ആയത്? റിട്ടയർ ആയത് ഞാൻ ഈ 24 മെയ് മാസത്തിൽ. അപ്പോ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിട്ട് അധിക കാലമായില്ല. എങ്ങനെയൊക്കെയാണ് ഇപ്പൊ വിശ്രമ ജീവിതം പോകുന്നത്? ഇപ്പം വിശ്രമം തന്നെയാണ്. അതെ അല്ലേ? മറ്റ് കൃഷി പോലുള്ള അങ്ങനെയുള്ള മേഖലകളിലേക്കൊന്നും തിരിഞ്ഞിട്ടില്ല. കൃഷിയും കാര്യം ഒന്നുമില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെ. കുടുംബത്തെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? കുടുംബം, എന്റെ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, പെൺകുട്ടികളാണ്. അപ്പം അവരെ ഞാൻ ഡ്യൂട്ടിയുള്ളപ്പോഴും എന്നെ കല്യാണം കഴിച്ചില്ല. അവര് ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടില്ല, ജോലി ആയിട്ടില്ല. അവരെ ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട്. ഒരാള് KSRTCയിലാണ്,
ഒരാള് KSEB-യിലാണ്, ഒരാളവിടെ പേരാമ്പ്രയാണ്, കോഴിക്കോട് ജില്ലയില്. അതെ അതെ. പിന്നെ ഒരാള് കാട്ടിക്കുളത്താണ്. അപ്പൊ സുഖമായിട്ട് പോകുന്നു. അങ്ങനെ സുഖമായിട്ട് അങ്ങനെ പോകുന്നു. ഈ പെൻഷനും അതുപോലുള്ള മറ്റ് ആനുകൂല്യങ്ങളും ഒന്നും അത് ഞങ്ങൾക്കില്ല. അത് ഈ തപാൽ വകുപ്പിൽ ഞങ്ങൾക്ക് ഈ EDS-കാർക്ക് പെൻഷൻ ഇല്ല. അതാണുള്ളൊരു സങ്കടം. 2004 മുതൽ പെൻഷൻ സർക്കാർ നിർത്തി. അത് പഴയ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കില്ല. അതാണ് ഒരു വിഷമമുള്ളത് അല്ലേ? അത് ഒരു വിഷമം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആക്കി ഒരുപാട് സമരമൊക്കെ ചെയ്തല്ല യൂണിയൻ, അതൊന്നും നടപ്പാക്കിയില്ല. ശരിക്കും അത് യൂണിയൻകാരെല്ലാരും കൂടെ വിചാരിച്ചാൽ ചെയ്യേണ്ടതായിരുന്നു. കാരണം പല ആളുകളും തെറ്റിദ്ധാരണയോടുകൂടി ചോദിക്കലുണ്ട്, 35 വർഷം ജോലി ചെയ്താലേ പെൻഷനൊന്നുമില്ല. ചില ആളുകളുടെ ധാരണ കുറെ വലിയ പൈസ നമുക്കുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞിട്ടാക്കും. അവരൊന്നും മറുപടി പറയാൻ പറ്റൂല. അതുകൊണ്ട് അവരെങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. നമുക്കില്ലാന്നുള്ള പല ആൾക്കാർക്കും അറിയില്ല. എന്തിനാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് വരെ അറിയില്ല. അവരും ഇത് തന്നെ ആയിരിക്കും. ഇത്രയും കാലം നിങ്ങൾ ജോലി ചെയ്തല്ലേ എന്താ പെൻഷൻ ഇല്ലെന്നായിരിക്കും. അവർക്ക് പോലും അറിയില്ല. നമ്മളെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് മാത്രമേ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുള്ളൂ. നിങ്ങൾ ജോലിയിലുള്ള സമയത്ത് ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ എല്ലാരും സമരങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടപ്പാക്കിയില്ല. ഒരുപാട് സന്തോഷം. റേഡിയോ മാറ്റിലിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പോസ്റ്റൽ മേഖലയെക്കുറിച്ചും പോസ്റ്റ്മാനായും അതോടൊപ്പം ടെലഗ്രാം മെസ്സഞ്ചറായും ജോലി ചെയ്തിരുന്ന സമയത്തെ വിശേഷങ്ങളെല്ലാം ഹരിദാസേട്ടൻ പങ്കുവച്ചു. ഇനിയുള്ള കാലത്തെങ്കിലും ഈ പെൻഷൻ പോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് സന്തോഷം പരിപാടിയിൽ പങ്കെടുത്തതിന്. കാലം മാറി, കത്തുകൾ കുറഞ്ഞു, ടെലിഗ്രാം തന്നെ ചരിത്രമായി. ടെലിഗ്രാം മെസ്സഞ്ചറായി തുടങ്ങി പോസ്റ്റ്മാനായി 34 വർഷം സേവനം ചെയ്ത പായോട് സ്വദേശി ഹരിദാസ് KN-ന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ അഞ്ചലോട്ടത്തിൽ കേട്ടത്. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ, കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി.